നമസ്കാരം. രാഷ്ട്രീയ അടിമത്തത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന പച്ചയായ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ KM ഷാജിക്കെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണവും വിമർശനങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ നടന്ന ED റെയ്ഡിന് പിന്നാലെ കേന്ദ്ര ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ജയിലിലായ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ ഭാവി ഓർത്ത് KM ഷാജി നടത്തിയ ഒരു പ്രസംഗമാണിപ്പോൾ പാർട്ടിയുടെ തലപ്പത്തുള്ളവർക്ക് കടുത്ത കുരുപൊട്ടലുണ്ടാക്കിയിരിക്കുന്നത്. നേതാക്കന്മാരുടെ മക്കൾ എല്ലായ്പ്പോഴും സേഫാണ്, അതുകൊണ്ട് സ്വന്തം ഭാവി കളയുന്ന രാഷ്ട്രീയ പ്രവർത്തനം സാധാരണക്കാരായി നിങ്ങൾ ചെയ്യരുതെന്നായിരുന്നു KM ഷാജിയുടെ വാക്കുകൾ. ഇതിനെതിരെ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് രംഗത്ത് വന്ന് കേരളത്തിലെ അരാഷ്ട്രീയ മന്ത്രിയാണ് KM ഷാജി എന്ന് വിഡ്ഢിത്തം വിളിച്ചു പറയുകയാണ്. എന്നാൽ അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ പൊതുജനങ്ങൾക്ക് കൃത്യമായി അറിയാം KM ഷാജി പറഞ്ഞതിൽ 1% പോലും തെറ്റില്ലെന്ന്. PS സഞ്ജീവ് എന്ന SFI നേതാവ് KM ഷാജിയെ വിമർശിക്കാൻ ഉപയോഗിച്ച യുക്തിയൊന്ന് കേൾക്കണം. രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുത്ത മഹാത്മാഗാന്ധിയും ഭഗത് സിംഗും വാര്യംകുന്നത്ത് ഹാജിയുമൊക്കെ ഭാവി നോക്കാതെയാണത്രേ സമരം ചെയ്തത്. എന്തൊരു കഷ്ടമാണിത്. സ്വാതന്ത്ര്യ സമര സേനാനികൾ തെരുവിലിറങ്ങിയത് ഈ നാടിന്റെ മോചനത്തിന് വേണ്ടിയാണ്. അല്ലാതെ കരിമണൽ കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനത്തിന് കോടികൾ മാസപ്പടി വാങ്ങിയ മുൻ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ മകളെ ED ചോദ്യം ചെയ്യാൻ വരുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല. മഹാത്മാഗാന്ധിയുടെയും ഭഗത് സിംഗിന്റെയും വിശുദ്ധമായ സമര ചരിത്രത്തെയാണോ ഈ സഞ്ജീവ് എന്ന നേതാവ് വീണ വിജയന്റെ കള്ളപ്പണ അഴിമതി കേസുമായി താരതമ്യം ചെയ്യുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വം പോലും ഇല്ലാത്ത വീണ തൈക്കണ്ടിക്ക് വേണ്ടി തെരുവിൽ കിടന്ന് EDയുടെ വണ്ടി തല്ലിപ്പൊളിക്കാൻ പോയ അണികൾക്ക് കിട്ടിയത് ലോക്കപ്പും ജാമ്യമില്ലാ വകുപ്പുമാണ്. 2 വർഷത്തിലധികമായി ഹൈക്കോടതിയിലുള്ള ഒരു കേസിലേക്ക് സാധാരണക്കാരായ അണികളെ എന്തിനാണ് പാർട്ടി സംവിധാനം ഉപയോഗിച്ച് കുരുതി കൊടുക്കുന്നത്? ഇതിലൂടെ ഭാവി തകരുന്നത് പാവം അണികൾക്ക് മാത്രമാണ്. ഇവിടുത്തെ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ചരിത്രം ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കണം. ഇവരുടെ എത്ര പുത്രന്മാരും പുത്രിമാരുമാണ് ഇന്ന് സമരാഭാസങ്ങളുടെ മുൻനിരയിൽ റോഡിലിരുന്ന് തല്ലുവാങ്ങാനും ജയിലിൽ പോകാനും തയ്യാറായിട്ടുള്ളത്? ആരുമില്ല. നേതാക്കളുടെ മക്കളെയെല്ലാം വിദേശത്തും ബംഗളൂരുവിലും AC മുറികളിലും ലക്ഷങ്ങളുടെ ബിസിനസ് സാമ്രാജ്യങ്ങളുമായി അതീവ സുരക്ഷിതരാണ്. എന്നാൽ EDയുടെ വണ്ടി തല്ലിപ്പൊളിച്ച് അകത്തായ അണികളുടെ വീടുകൾ കഴിഞ്ഞ ദിവസം V ശിവൻകുട്ടി സന്ദർശിച്ചപ്പോൾ ആ ചിത്രങ്ങളിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ശോചനീയമായ അവസ്ഥയിലുള്ള ദരിദ്രമായ വീടുകൾ. യുക്തിപരമായ കാര്യങ്ങളെ കാണണമെന്നാണ് KM ഷാജി പറഞ്ഞത്. എന്നാൽ ആ സത്യം അണികൾ തിരിച്ചറിഞ്ഞാൽ തങ്ങളുടെ ഗുണ്ടാപ്പണിക്ക് ആളുണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയാണ് സഞ്ജീവിനെ പോലെയുള്ളവർ ഈ പ്രസ്താവനയെ വളച്ചൊടിക്കാൻ നോക്കുന്നത്. CPMനെ നയിച്ച കോടിയേരി ബാലകൃഷ്ണന്റെയും ഇപ്പോഴത്തെ സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിന്റെയും ശൈലി വ്യത്യസ്തമാണ്. ഓരോരുത്തരെയും വിലയിരുത്തുമ്പോൾ അവരുടെ മനസ്സ് മനസ്സിലാക്കണം. KM ഷാജി എപ്പോഴും കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് തന്നെയാവാം ചിലരുടെ നെഞ്ചത്തേക്ക് കൃത്യമായി അത് തറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു സൈബർ കുരുപൊട്ടലുകൾ. തന്നെ കൊണ്ട് സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് ഒരിടത്തും തല കുനിക്കേണ്ടി വരില്ലെന്ന് ഷാജി പറഞ്ഞത് 100% ശരിയാണ്. അദ്ദേഹത്തിന്റെ മടിയിൽ കനമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ ഇളക്കി മറിച്ചിട്ടും എല്ലാ കേസുകളിൽ നിന്നും അദ്ദേഹം പൂർണ്ണമായും രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ കോടതിക്ക് പോലും തിരിച്ചു കൊടുക്കേണ്ടതായി വന്നു. ഇതാണ് KM ഷാജി എന്ന നേതാവിനോട് ജനങ്ങൾക്കുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നത്. സ്വന്തം അഴിമതി മറയ്ക്കാൻ അണികളെ ജയിലിലാക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഇരട്ടത്താപ്പിന് മുന്നിൽ KM ഷാജി ഉയർത്തിയ ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ സാധാരണക്കാരായ അണികളുടെ കണ്ണ് തുറപ്പിക്കുക തന്നെ ചെയ്യും. നേതാക്കളുടെ മക്കൾ കോടികളുടെ മാസപ്പടി വാങ്ങി വലിയ നിലകളിൽ സുഖിക്കുമ്പോൾ പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത വീണ വിജയന് വേണ്ടി EDയുടെ വണ്ടി തല്ലിപ്പൊളിച്ച് ജയിലിൽ പോകുന്ന പാവം അണികളുടെ കണ്ണ് തുറപ്പിക്കുന്ന സത്യമാണ് KM ഷാജി വിളിച്ചു പറഞ്ഞത്. ഇതിനെ ഭഗത് സിംഗിന്റെയും ഗാന്ധിജിയുടെയും സ്വാതന്ത്ര്യ സമരവുമായി താരതമ്യം ചെയ്യാൻ ഇറങ്ങിയ SFI നേതാവ് PS സഞ്ജീവിന്റെ വിഡ്ഢിത്തം കേരളം കണ്ടു ചിരിക്കുകയാണ്. മക്കളുടെ ഭാവി തകർത്ത് നേതാക്കൾക്ക് വേണ്ടി കൊട്ടേഷൻ എടുക്കുന്ന അണികളുടെ വീടുകൾ ശിവൻകുട്ടി സന്ദർശിച്ചപ്പോൾ തന്നെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം എന്നേ വ്യക്തമായതാണ്.